ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല. ഇതൊരു ടീം വർക്കിൻ്റെ റിസൾട്ട് മാത്രമാണ്. അതായത് ഒരു പക്ഷെ മറ്റെല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടെ ഒറ്റയ്ക്കുള്ള പ്രവൃത്തി കൊണ്ട് നമ്മുടെ വരുമാനം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് നമ്മുടെ വരുമാനം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് തുടക്കക്കാരനത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പഴയ ജോലി ചെയ്ത അതേ ഓർമ്മയിൽ പറയും അയ്യോ ഇത് എന്നെ കൊണ്ട് നടക്കൂലെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇപ്പം എൻ്റെ ടോട്ടൽ ടേൺ ഓവർ വിറ്റുവരവ് പറയുകയാണെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് 40 കോടിക്ക് മുകളിലേക്ക് എത്തിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനും തുടക്കത്തിൽ പല മീറ്റിങ്ങിൽ പോകുമ്പോൾ ലീഡേഴ്സ് ചോദിക്കും 1 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന്. അപ്പം ഞാനും ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ എണ്ണി വയ്ക്കലൊന്നും കിട്ടൂല തുടക്കത്തിൽ അല്ലേ. എന്നാൽ അങ്ങനത്തെ 40 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഇന്ന് എനിക്ക് സ്വന്തമായതിൻ്റെ കാരണം ഇത് ഈ ടീം വർക്കിൻ്റെ റിസൾട്ടാണ്. ഇന്ന് ടീമിൽ ഏകദേശം 600ഓളം ടീം കോർഡിനേറ്റർ ആൻഡ് എബോവ് റാങ്കിലുള്ള ലീഡർമാർ എൻ്റെ ടീമിലുണ്ട്. 7ഓളം സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രി ഇന്നൊരു വളരെ അതിശക്തമായ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഒരു പുതിയ ആൾക്കാരായിക്കോട്ടെ പഴയ ആൾക്കാരായിക്കോട്ടെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പക്ഷേ ഞങ്ങളൊക്കെ തുടങ്ങുന്ന ഇപ്പോൾ എന്താ പറയുക സീനിയർ ലീഡേഴ്സൊക്കെ ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലൂടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾ എവിടെ നോക്കിയാലും ഇത് കേൾക്കാത്ത അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഇതിലൂടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഈ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കഴിഞ്ഞു. അതായത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പീരീഡ് കഴിഞ്ഞു, ഇനി ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ആ കാലഘട്ടം വളരെ ഉപകാരപ്രദമായിട്ട് നമ്മുടെ കുടുംബത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് ഓടിച്ച് പോവാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ മലബാർ ഗോൾഡിൻ്റെ ഈ അടുത്തൊരു ആഡ് കണ്ടപ്പോൾ അതൊരു ഫോട്ടോ എടുത്താണ്. പ്രൈസസ് ഇൻ റുപ്പീസ്, അതായത് ഒരു പവന്റെ വില കഴിഞ്ഞ ഒരു 1925 മുതൽ ഇപ്പോൾ ശരിക്കും 100 വർഷം കഴിഞ്ഞ് 101ാമത്തെ വർഷത്തിലേക്ക് ആരംഭിച്ചു അല്ലേ. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും അവസാനത്തെ 2 സ്ലാബുകൾ 2000 കാലഘട്ടവും 2005ഉം. ഞാൻ കൂടുതൽ അങ്ങോട്ട് എടുക്കുന്നില്ല. നിങ്ങളൊന്ന് സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് മനസ്സിലേക്ക് എടുക്കണേ. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പല ആൾക്കാരോടും പറയാറുണ്ട്. ചിലപ്പോൾ പറയുന്ന വീട്ടിൽ ഒരു 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു 4 വയസ്സുള്ള പെൺകുട്ടി ഉണ്ട്. ആ വീട്ടിൽ ഒരു വിവാഹം വരാൻ സാധാരണഗതിയിൽ എത്ര വർഷം ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 15 മുതൽ 20 വർഷത്തിൻ്റെ മുകളിൽ 20 വർഷത്തോളം ആ വീട്ടിൽ സമയമുണ്ട്. അതായത് ഇപ്പോൾ 2026 ആണെങ്കിൽ ഒരു 2046 ആ വീട്ടിൽ വിവാഹം വരാൻ പോണത് അല്ലേ. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടി, ഒരു നോർമൽ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡിൻ്റെ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ കാണാൻ ചെരിഞ്ഞൊരു മുകളിലേക്കുള്ള ഒരു കയറ്റമാണ്. ഈ ഇപ്പോൾ ഈ 4 വയസ്സുള്ള കുട്ടിയുടെ വിവാഹപ്രായം ആകുമ്പോൾ ഒരു പവൻ ഗോൾഡിന് ഏകദേശം എത്ര വിലയുണ്ടാവും എന്നുള്ളത് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാമോ ആരെങ്കിലും? എല്ലാവർക്കും ചാറ്റിംഗ് അവൈലബിൾ ആണല്ലോ അല്ലേ? ലോക്ക്ഡ് അല്ലല്ലോ? അല്ല അവൈലബിൾ അല്ല. വെറുതെ ഒന്ന് ഒരു പവന്റെ വില എത്ര വരെയൊക്കെ ആവാം? വെറുതെ ഒരു വൈൽഡ് ഗസ്സിങ്. ചാറ്റ് വന്നു. ഗുഡ് മോർണിംഗ് ഓളാ വന്നേ. ഓക്കെ, എന്നാ പോട്ടെ. നിങ്ങൾക്ക് അറിയാം ഒരു ഏകദേശ സംഖ്യ 2 ലക്ഷം. ഓക്കെ, താങ്ക് യു. ബഷീർ സാർ സഹകരിച്ചു. ഓക്കെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ സാറ് 2 ലക്ഷം പറഞ്ഞു അല്ലേ? ഓക്കെ, താങ്ക് യു. ഞാൻ അതിലേക്ക് ജസ്റ്റ് ഈ അവസാനത്തെ വർഷം നിങ്ങൾ നോക്കുക. 2000-ൽ 3000 സംതിങ് ആയിരുന്നു ഒരു പവൻ ഗോൾഡിന്റെ വില. ഈ ഗ്രാഫിൽ ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. 5 വർഷം കഴിഞ്ഞ് 2005 ആയപ്പോൾ അത് 6000 സംതിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 2000 മുതൽ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് 2025. ഇത് കഴിഞ്ഞാൽ ഇപ്പം 4 വയസ്സുള്ള കുട്ടിയുടെ കല്യാണപ്രായം എന്ന് പറയുമ്പോൾ 40-45 റെഡിയാണല്ലോ. ഈ 2045 ഗോൾഡിന്റെ വില എത്രയാവും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ
ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 2000 3000 ആയിരുന്നു ഏകദേശം നമ്പർ, അടുത്ത റൗണ്ട് ഫിഗർ ആക്കി പറയാണ് എങ്കിൽ 2005 അത് 6000 ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഗ്രാഫ് കണ്ടു, നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. 2010 അത് 12000 മാറിയിട്ടുണ്ടായിരുന്നു, 15 24,000 ആയിരുന്നു, 20 48, 2025 അത് 96,000 ആയിരുന്നു. അതായത് ശരിക്കൊന്ന് ഈ ഭാഗം മാത്രം കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോ 5 വർഷം കൂടുമ്പോൾ ഗോൾഡിന്റെ വിലയ്ക്ക് എന്താ മാറ്റം സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഡബിൾ ആവുകയാണ് അല്ലേ. അതായത് ഇപ്പൊ 25 1 ലക്ഷം നമുക്കറിയാം, ഇപ്പൊ 1 ലക്ഷം കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ 26 എന്ന് ചിന്തിക്കുന്നില്ല. 25 1 ലക്ഷം ആണെങ്കിൽ 2030 അത് വരേണ്ട സംഖ്യ ശരിയാണല്ലോ. വീണ്ടും 5 വർഷം കഴിയുമ്പോൾ ഇത്രയും വർഷത്തെ കഴിഞ്ഞ 25 വർഷത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ അത് വരേണ്ടത് 4 ലക്ഷത്തിലേക്കും, വീണ്ടും അടുത്ത 5 വർഷം കഴിയുമ്പോൾ അത് 8 ലക്ഷവും, പിന്നീട് അത് കുട്ടിയുടെ വിവാഹപ്രായം ആകുമ്പോൾ ഒരു പവന്റെ വില 16 ലക്ഷം രൂപ. ഇതൊരു പക്ഷേ ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയൊരു സംഖ്യ അല്ല അല്ലേ. നേരത്തെ ബഷീർ സാറെ സഹായിച്ച പോലെ ഒരു 2 ലക്ഷം നമുക്ക് വായോണ്ട് പറയാൻ തോന്നും അല്ലെ, ഒരു പവന്റെ വില. അല്ലാണ്ട് ഒരു പവന് 16 ലക്ഷം ചിന്തിക്കാൻ ആർക്കും തോന്നണമെന്നില്ല. എന്നാൽ ഇത്രയേ ഉള്ളൂ, 2000 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയും മനസ്സിലാക്കിയിരുന്നില്ല ആ 3000 രൂപയുടെ മുതലിന് ഇപ്പോ 1,4000 അല്ലേ. ഇന്നലത്തെ പ്രൈസ് 1,04,000 മുകളിലാണ്, ഇതിലേക്ക് മാറുമെന്നുള്ളത്. അതായത് 35 മടങ്ങാണ്. അതായത് നമ്മളെങ്ങാനും പോയിട്ട് ഒരു 10 ലക്ഷം ഇട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ആവുമായിരുന്നു ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇത്രയും മടങ്ങ് വർധനവാണ് ഇതിൽ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്ക് എന്താ ഭാവിയിൽ വരാൻ പോകണം നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ ഗോൾഡിന്റെ എന്താ പറയുക, ഗോൾഡ് വിവാഹ മാർക്കറ്റ് പോകുന്നൊക്കെയാണ് നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ കുറച്ച് കണക്കുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അതായത് ചെലവ് വർദ്ധിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ രീതിയിലല്ല വരുമാനം വർദ്ധിക്കാറ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം സ്റ്റോക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു 10 15 20 വർഷം കഴിഞ്ഞാൽ 50 ലക്ഷം എത്ര പവൻ വാങ്ങാനേ തികയുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഒരു അഡീഷണൽ ഇൻകം ഇന്നൊരു ലക്ഷറി അല്ല, അതൊരു സർവൈവൽ ടൂൾ മാത്രമാണെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ഒരു EMI കാലഘട്ടമാണ് അല്ലേ. EMI ഇല്ലാത്ത ആരുമില്ല, അല്ലെങ്കിൽ EMI ഇല്ലാത്ത ഒന്നുമില്ല. വീട്ടിലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും EMIയിലാണ് കാര്യങ്ങൾ ഓടുന്നത്. ഒരു പ്രൈസ് റൈസ് എറ എന്ന് പറയും. എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജോബ് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ തന്നെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മുടെ ഉമർസ്ഥാനെ പറ്റി ഞാൻ പറയണ്ട, മറ്റേ വലിയ പലകയായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമർ സാർ മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അവസ്ഥ. എന്ത് കാര്യവും നമുക്ക് ഇന്ന് നമ്മുടെ കൈ വെള്ളയ്ക്കുള്ളിൽ എത്തിക്കുന്നത് AI ആണ് അല്ലേ. സോ ഇവിടെ പല ജോലികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഇതിനെല്ലാം പകരം ഇത് AI റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ ഹെൽത്ത് പ്ലസ് എഡ്യൂക്കേഷൻ ഹെവി എക്സ്പെൻസ് ആണ്. മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാർക്ക് അറിയാം, ചെലവുകൾ ലക്ഷങ്ങളിലാണ് ചെലവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പഴയ ആൾക്കാരുടെ മൈൻഡ് സെറ്റും പുതിയ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ഒന്ന് ഓടിച്ചു പോവുകയാണ്. പണ്ട് കാലത്ത് ഒരു ജോലി മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ആണ്. കാരണം ഒരു ഇൻകം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടന്നു പോകുന്നില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് അവർക്കുണ്ട്. പണ്ട് കാലത്തെ സാലറി ആയിരുന്നു അവർ മന്ത്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അതായത് അവരുടെ എന്താ മൈൻഡ് സെറ്റ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവര് ഇൻകം നമുക്ക് തരുന്ന എന്തൊക്കെ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തെ ഫോർമുല ടൈം ഈസിക്കൽ ടു മണി എന്നായിരുന്നു. എന്നാൽ ഇന്ന് സിസ്റ്റം ഈസിക്കൽ ടു മണി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. ദെൻ പണ്ട് കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കാറ് കഴിഞ്ഞ ജനറേഷനിൽ ഒരു കാർ പുറച്ച് കിടക്കുന്ന വീട് എന്ന് പറയുമ്പോൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററിന്റെ വീട്ടിലാണ്. ഏത് റിട്ടയർമെന്റിന് ശേഷമുള്ള കിട്ടുന്ന പൈസ കിട്ടിയിട്ടാ വണ്ടി എടുക്കുക. എന്നാൽ ഇന്നത്തെ തലമുറ നമ്മൾ ഉറങ്ങുമ്പോഴും പണം വരുന്ന എന്ത് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മൈൻഡ് സെറ്റിലെ ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ
മൈ ലൈഫ് സ്റ്റൈൽ എന്ന സിസ്റ്റം ബേസ്ഡ് ഇൻകം പ്ലാറ്റ്ഫോം ഷൈൻ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. കാരണം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത, സിസ്റ്റം സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആണ് മന്ത്ലി ഇൻകം, റിപ്പീറ്റ് ഇൻകം, ടീം ഇൻകം, ലീഡർഷിപ്പ് ഇൻകം എല്ലാം ഓട്ടോ ഫ്ലോ മോഡിലേക്ക് മാറുകയാണ് അല്ലേ. നമ്മുടെയൊക്കെ സീനിയർ ലീഡേഴ്സിന്റെ അവസ്ഥകൾ നമുക്കറിയാം. നമ്മുടെ ഗ്രേറ്റ് ബെല്ലി സാറ്, അനീസ് സാർ, മുബീൻ സാർ. ഇപ്പൊ മുബീൻ സാറിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഇക്കഴിഞ്ഞ 2025 മെയ് മാസം കമ്പനി നടത്തിയ മെഗാ ഈവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും 1.5 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വരുമ്പോഴും ഏകദേശം 1 കോടിക്കടുത്ത് മന്ത്ലി ഇൻകം അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഫ്ലോ എന്ന് പറഞ്ഞൊരു മോഡ്, അത് മൈലിസ്റ്റ് മാർക്കറ്റിങ്ങിനെ സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഓർമ്മയിൽ വേണം. ഇനി സത്യം പറഞ്ഞാൽ ഒരു ട്രൂത്ത് ഇതാണ്, ഇന്നത്തെ കാലത്ത് ഒരു എക്സ്ട്രാ ഇൻകം ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഫ്രീഡം ക്വസ്റ്റ്യൻ മാർക്കാണ്. ചോദ്യച്ചിനാണ് ഭാവിയിൽ നമുക്ക് ഫ്രീഡം എന്നുള്ള കാര്യം. സോ ആ ഫ്യൂച്ചർ റെഡി ആണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഈ ഇൻഡസ്ട്രിയെ അതിശക്തമായിട്ട് ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ ആദ്യം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ചുറ്റുവട്ടത്തും ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എന്ന പേരിൽ കമ്പനികൾ വരാറുണ്ട്. അപ്പോൾ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു കുറച്ച് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന്, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ കമ്പനികളെല്ലാം വേൾഡിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് ഡെയിലി യൂസ് ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് സക്സസ് ആവുന്നത്. റിപ്പീറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു റിയൽ ഇൻകം. അതായത് പണ്ട് കാലത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, ഇപ്പോഴും ഉണ്ട്, പഴയ അതായത് ഏകദേശം ഒരു 2000 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ എന്താ പറയുക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറൽ അല്ലെങ്കിൽ ബൂമിങ് ആയ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ മൾട്ടി മാർക്കറ്റിംഗ്, ശരിക്കും പറഞ്ഞാൽ അത് കമ്പനി എന്ന് പറഞ്ഞാൽ ഉപരി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ പേരിൽ തട്ടിപ്പിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു മാഗ്നറ്റിക് ബെഡ്, കാന്തിക കിടക്ക. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ആ കിടക്കയുടെ വില. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രത്യേകത അത് റിപ്പീറ്റ് പർച്ചേസ് വരുന്നില്ല. കാരണം ആ കിടക്ക ഒരു വീട്ടിൽ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീടല്ല റിപ്പീറ്റ് പർച്ചേസില്ല. ചിലപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഇപ്പോഴും മാർക്കറ്റിൽ കാണുന്നുണ്ട്. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിൽ നിങ്ങൾ ഇന്റർനെറ്റും ഗൂഗിളൊക്കെ ഉള്ള കാലഘട്ടമാണല്ലോ, AI ഒക്കെ ഉള്ള കാലഘട്ടം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഇന്ന് സക്സസ് ആയ കമ്പനികളുടെ പ്രൊഡക്റ്റിൻ്റെ സെഗ്മെന്റ് എന്താണെന്നുള്ളത്. അവിടെ ഈ ഡെയിലി യൂസ് ആയ ഫേസ് വാഷ്, ടൂത്ത് പേസ്റ്റ്, ഹെയർ ഓയിൽ, ഞാൻ സെഗ്മെന്റ് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അത് ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നവയാണ്. നമുക്ക് സ്ഥിര വരുമാനം നിങ്ങൾ കമ്പനിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്. ദെൻ 2, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. അതായത് വാങ്ങിയാൽ ലൈഫ് ഈസി ആവണം എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, വെയിറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ ഷുഗർ, അല്ലെങ്കിൽ BP സപ്പോർട്ട്, ഡൈജഷൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു, ഇമ്മ്യൂണിറ്റി, ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. സ്കിൻ പ്രോബ്ലംസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി പ്രൊഡക്ട്സാണ്. അതായത് എൻ്റെ ഇന്ന പ്രശ്നം മാറ്റാൻ ഇന്ന പ്രൊഡക്റ്റ് വേണ്ടി വന്നു എന്ന ആളുകൾ ഫീൽ ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലേ ആ കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ വിശദമാക്കുന്നത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത, നമുക്കൊരു വ്യക്തിയുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് താരതമ്യേന എളുപ്പം ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ ബെല്ലിസാറിൻ്റെ വാക്ക് കടയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 50 അല്ലെങ്കിൽ 100 രൂപയുടെ ജ്യൂസ് കുടിക്കാൻ രണ്ടാമത് ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ആ സമയത്ത് നമ്മുടെ പല കമ്പനികളും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഹെൽത്ത് ഡ്രിങ്ക് ടൈപ്പ് പ്രൊഡക്റ്റുകൾ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നാക്കിൻ്റെ അടിയിൽ അല്ലേ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ഇൻസോലബിൾ ടൈപ്പ് പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. അതൊക്കെ ഒരു പുതിയ ഹാബിറ്റ് ആൾക്കാരെ പഠിപ്പിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ നമ്മുടെ കമ്പനിയുടെയൊക്കെ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്കാർ ഉപയോഗിക്കുന്ന സെഗ്മെന്റ് ആണ്, ഒന്നും ബ്രാൻഡ് നെയിം മാറ്റാനുള്ളൂ. അത് താരതമ്യേന എളുപ്പമാണ്. അടുത്തത് വിസിബിൾ റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. പീപ്പിൾ ബൈ സൊല്യൂഷൻസ് നോട്ട് ഐറ്റംസ്. ആൾക്കാർ പരിഹാരങ്ങളാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ഒരുപക്ഷെ വീട്ടിലെ എന്താ പറയുക ഹോം കെയർ പരിഹാരമായിരിക്കാം, അല്ല വീട്ടിലെ ടോയ്ലറ്റ് എന്താ പറയുക പാത്രം കഴിയുന്നതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കിന്നിലെ മുറിവ് ഉണങ്ങുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. ആൾക്കാർ ആഗ്രഹിക്കുന്നത് പരിഹാരങ്ങളാണ്, അല്ലാതെ ഐറ്റംസ് വാങ്ങാനല്ല എന്നുള്ളതാണ് പുതിയ സൈക്കോളജി.
അതായത് റിസൾട്ട് കാണുമ്പോൾ ട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക ചെയ്യുന്നത്. കാരണം ഇപ്പം നമുക്ക് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, അത്ഭുത കലവറ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട് അത്ഭുതം അല്ലേ. നമ്മുടെ ഉമർ സാറിൻ്റെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കാണാം, റിസൾട്ടുകളുടെ ഒരു പ്രവാഹം തന്നെ അവിടെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഞാനത് ഒരു ജസ്റ്റ് ഒരു ഓവറോൾ കൊടുത്തു എന്നേ ഉള്ളൂ. റിസൾട്ട് ഈസിക്കൽ ടു ടെസ്റ്റിമോണിയൽ ഈസിക്കൽ ടു ന്യൂ കസ്റ്റമേഴ്സ്. നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പം ഈ റിസൾട്ടിലൂടെയാണ് എന്നാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ആയിരിക്കണം. ഇപ്പം നമ്മുടെ കേസിൽ നമുക്കറിയാം എത്ര റേഞ്ച് വരെയുള്ള പ്രൊഡക്റ്റുകൾ അല്ലേ. മിഡിൽ ക്ലാസ് ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം മധ്യവർഗമാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾ ഈ ഒരു മിഡിൽ ക്ലാസ്സിലെ വാക്ക് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, ഈ അടുത്ത് ഒരു ഫൈനാൻഷ്യൽ ലീഡിങ് പത്രത്തിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്. അതായത് ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറുമ്പോൾ ശരിക്കും ഒരു വികസിത രാഷ്ട്രത്തിൽ ഡെവലപ്ഡ് നേഷൻസിൽ 2 കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ. ഒന്നുള്ളവരും 2 ഇല്ലാത്തവരും. എന്നാൽ ഒരു ഡെവലപ്പിംഗ് നേഷനിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയൊക്കെയുള്ള രാജ്യത്ത് മധ്യവർഗത്തിന്റെ അളവാണ് സത്യം പറഞ്ഞാൽ 74% എന്നാണ് ആ പുസ്തകം പറഞ്ഞത്. അതായത് ഉള്ളവര് ഇല്ലാത്തവര് അതിൻ്റെ ഇടയിൽ നടുക്കിൽ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ പെടാത്ത ഒരു ഘടകമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും വരുന്ന സമീപ ഭാവിയിൽ നമ്മളൊരു ഡെവലപ്ഡ് നേഷനിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ നടുവിൽ കിടക്കുന്ന ഈ വർഗം ഒന്നുകിൽ മുകളിലേക്ക് പോകും അല്ലെങ്കിൽ താഴേക്ക് പോകും. സോ നമ്മുടെ തീരുമാനമാണ് ഞാൻ മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്നുള്ള, നമ്മുടെ കുടുംബം എവിടേക്ക് പോകണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ട ആൾക്കാർ നമ്മളാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ പ്രത്യേകത എടുക്കാൻ ഈസി അല്ലേ. നമ്മുടെയൊക്കെ ടോയ്ലറ്റ് ക്ലീനറിന്റെ പ്രത്യേകത മാർക്കറ്റിൽ പോയാൽ 115 രൂപ 500 ml കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വെറും 83 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും, 32 രൂപ ഡിസ്കൗണ്ടിൽ. ആലോചിച്ച് നോക്കൂ, കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ ആ പ്രൈസ് റേഞ്ചിന് വളരെ എളുപ്പമാണ്. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ ട്രെൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള പ്രത്യേകത ജനറേഷൻ നോക്കുന്നത് ഹെർബൽ ടൈപ്പ് ഉൽപ്പന്നങ്ങൾക്ക് വളരെ വലിയൊരു മാർക്കറ്റാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതായത് ആയുർവേദിക് ബേസ്ഡ് പ്രൊഡക്റ്റുകൾക്ക്. ദെൻ അതിൻ്റെ സർട്ടിഫിക്കേഷൻസിന് വലിയ വാല്യൂ ഉണ്ട്. കെമിക്കൽ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളെ പറ്റി ആൾക്കാർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. സൈഡ് എഫക്റ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നാച്ചുറൽ ആയിരിക്കും, സേഫും സർട്ടിഫൈഡും. ഇതാണ് ലോങ് ടേം ബ്രാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള അടിസ്ഥാന ഘടകങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ 6ാമത്തെ കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ഫീൽ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് ബൈ പ്രൊഡക്ട്സ്, ദേ ബൈ ഐഡന്റിറ്റി. നിങ്ങൾ നോക്കുക, ഇന്ന് ആൾക്കാർ ഷർട്ട് എടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ LPന്റെ ഡ്രസ്സിനെ പറ്റി ആൾക്കാർ ചിന്തിക്കുന്നത് അല്ലേ, ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയെ പറ്റിയാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. ഷർട്ട് തുണിയെടുത്ത് അടിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ വളരെ കുറഞ്ഞു വരികയാണ് അല്ലേ. കാരണം അവർക്കൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി അതിനെപ്പറ്റി ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒരു വെൽനെസ് ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഒരു ഹെൽത്തി ഫാമിലി വൈബ്, എന്താ പറയുക, ആൾക്കാർക്ക് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ വയനാട് ഏരിയയിൽ ബിസിനസ് ചെയ്യുമ്പോൾ, ഇപ്പോഴില്ല, തുടക്ക കാലഘട്ടത്തിൽ പലരും പറയുന്നതാണ്, കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, മെഡിക്കൽ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് വരേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റുകളൊക്കെ നടക്കുന്നതിന് മുൻപ്, അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ എല്ലാ ഫസ്റ്റ് എയ്ഡ് കിറ്റും വയനാടുകാരുടെ വീടുകളിൽ ഉണ്ടാവുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ദെൻ സക്സസ് സ്റ്റോറീസ് ഈ ഇൻഡസ്ട്രി കൂടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ട് ഇപ്പോൾ. സോ ഈ ഒരു കൂട്ടായ്മയുടെ ഫീലിംഗ് എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിലൂടെ ഇതൊരു മൂവ്മെന്റ് ആണ്, ഒരു പ്രൊഡക്റ്റ് സെല്ലിംഗ് അല്ല, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ലീഡേഴ്സിന്റെ, ഞാൻ ഇന്നലെ റസീന മാഡത്തിന്റെ മാഡം എനിക്ക് ലിങ്ക് അയച്ച സമയത്ത് ആളുടെ സ്റ്റാറ്റസ് കണ്ടിരുന്നു. വനപർവം എന്ന് പറഞ്ഞ അവിടെ മാഡം ഇന്നലെ അയ്യൂബ് സാർ, നമ്മുടെ കൊടുവള്ളിയുടെ മുബീൻ മുഹമ്മദ് അയ്യൂബ് സാറൊക്കെ ആയിട്ട് ടീമായിട്ട് തകർത്ത് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് അല്ലേ. നമുക്ക് ആ കൂട്ടായ്മ തരുന്ന സന്തോഷം വളരെ വലുതാണ്. ദെൻ ഡിജിറ്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് റീൽസിലും സ്റ്റോറീസിലും വൈറൽ ആവണം. കാരണം സക്സസ്ഫുൾ കമ്പനികളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ പ്രൊഡക്ട്സ് ബിഫോർ ആഫ്റ്ററിന്റെ എത്ര വീഡിയോസ് വേണം നിങ്ങൾ യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ, ഡെമോ, കസ്റ്റമർ റിവ്യൂ, ഞാൻ ഇതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം അല്ലേ. അതായത് വാക്കിതാണ്, സോഷ്യൽ ഓൺലൈൻ ഷെയറബിൾ ആണോ ഗ്രോത്ത് കൂടുകയാണ്.
ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ലോങ് ടേം ഇൻകം തരുന്ന മെഷീനായിട്ട് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിനെ വളരെ ശക്തമായിട്ട് ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഒരു ഓൺലൈൻ ട്രൂത്ത് പറയുകയാണെങ്കിൽ, ഐഡിയൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെൽസ് നോട്ട് പ്രൊഡക്ട്സ്, ഇറ്റ് സെൽസ് എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ. നമ്മൾ നോക്കിയാൽ മതി, ഇപ്പം നിങ്ങൾ ഈ മീറ്റിംഗിൽ കാണുന്ന നിങ്ങളുടെ എല്ലാ സീനിയർ ലീഡേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ യഥാർത്ഥ പ്രൊഡക്ട്സ് അല്ലേ. ഇതിലൂടെ വിജയിച്ച ആൾക്കാരാണ് യഥാർത്ഥ പ്രൊഡക്റ്റ്. അല്ലാണ്ട് നമ്മൾ വിൽക്കുന്ന സോപ്പും പേസ്റ്റും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് ഫോളോ ചെയ്യുന്ന കമ്പനിയാണ് ലോങ് ടേം ഇൻകം കൊടുക്കുന്നതും അതൊരു കുടുംബ ബിസിനസ്സായിട്ട് അല്ലേ. ഇപ്പം എന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് അച്ഛൻ ചെയ്തിരുന്ന ബേക്കറി മകന് സ്വത്തായിട്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ഇത് കുടുംബ സ്വത്തായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കണം. ദെൻ ഗ്ലോബൽ ആയിട്ട് ബ്രാൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ കമ്പനിയുടെ മുഴുവൻ പേര് മൈലേസ്റ്റ് മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കമ്പനി ഗ്ലോബലി അക്രോസ് ദ ഗ്ലോബ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ വീക്ക്ലി സെയിൽസ് ഫ്ലോ നമുക്ക് വരണമെങ്കിൽ, അതായത് നമ്മുടെ ടേൺ യുവർ ടീം ഇൻറ്റു സെയിൽസ് മെഷീൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇതും കൂടെ ഒന്ന് ഓടിച്ചു പോകും. ഒരു പക്ഷേ പല ടീം അംഗങ്ങൾക്കും പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാനൊന്ന് അഡ്രസ് ചെയ്യുന്നത്. കാരണം ഒന്ന്, റാൻഡം വർക്കിംഗ്. അത് വർക്കിങ്ങിനൊരു കണ്ടിന്യൂറ്റി സ്ട്രക്ചർ ഇല്ല, ആഴ്ചയിൽ വ്യക്തമായ പ്ലാനിങ്ങുകളില്ല, ഒരു ഫോളോ അപ്പ് കൾച്ചർ. നമ്മൾ പക്ഷെ പലർക്കും പ്ലാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പ്ലാൻ കൊടുക്കൽ മാത്രമല്ല, ഐഡിയ അടിച്ച വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്തൊരു ലീഡറാക്കി മാറ്റുന്ന വരെയുള്ള കുറേ പ്രൊസീജിയറുകളുണ്ട്. ദെൻ റെക്കഗ്നിഷൻ. സോ ഇതെല്ലാം കറക്റ്റായിട്ട് വരുമ്പോഴാണ്, ഇതെല്ലാം നോ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇൻകൺസിസ്റ്റന്റ് ഇൻകം ആയിട്ട് മാറും. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ മൈലേജ് മാർക്കറ്റിങ്ങിലേക്ക് കടന്നു വന്ന പലരുടെയും വരുമാനം ഇൻകൺസിസ്റ്റന്റ് ആയി മാറുന്നതിൻ്റെ കുറച്ച് റീസൺസ് ആണ് ഞാനിപ്പോൾ ഒന്ന് സ്ക്രീനിൽ വെച്ചത്. എന്നാൽ വീക്കിലി ഒരു കറക്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഇതാണ്, എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ടീമിലേക്ക് കടന്നു വരും, റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഓർഡറുകൾ കിട്ടും, ഫോളോ അപ്പ് സ്ട്രോങ് ആണെങ്കിൽ ഇമോഷണൽ നമ്മളെ ടീമിൻ്റെ ആ കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ റിസൾട്ട് ഇതായിരിക്കും, മന്ത്ലി ഇൻകം സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന് സഹായിക്കുന്ന കുറച്ച് എന്താ പറയുക വീക്ക്ലി സെയിൽസ്. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു വീക്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിലെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ പിക്ചർ ഈ 2026 വളരെ വ്യത്യസ്തമായിരിക്കും. ശരിക്കും മൺഡേ ഇപ്പം ഞാനൊരു ഡേറ്റിൽ വെച്ചു എന്നുള്ളൂ, ഒരു ഡേ വെച്ചു എന്നുള്ളൂ. ആ ദിവസം നമുക്കൊരു വിഷൻ കോൾ, നമുക്കത് വേണമെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്നാലും ഒരു ദിവസം നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിളിക്കുന്നത് ആ വ്യക്തിക്കൊരു ഗോൾ സെറ്റ്, നമ്മളൊരു 30 മിനിറ്റ് സമയം മാറ്റി വെച്ച് നമ്മുടെ ടീമിലെ ഒരു 10 മുതൽ 20 അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ അവരെ വിളിച്ച് ഗോൾ സെറ്റ് ഡേ ആണെന്ന്, എന്തൊക്കെ നടക്കണം, അതായത് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ നടന്നു എന്നുള്ള ചെറിയൊരു റിവ്യൂ അവരുമായിട്ട് സംസാരിക്കാം. നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങിലൂടെയാണ് നടത്താറിപ്പുണ്ട് പലരും. ദെൻ നല്ല അച്ചീവ്മെന്റ് ആക്കിയ ആൾക്കാരെ നമ്മളൊന്ന് പെർഫോമൻസിനെ നമ്മുടെ മീറ്റിങ്ങിൽ നമ്മളൊന്ന് എന്താ പറയുക, അവർക്കൊരു റെക്കഗ്നിഷൻ കൊടുക്കാറുണ്ട്. ദെൻ ഈ ആഴ്ചയുടെ BV നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കാരണം നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ വാക്കാണ് സത്യം എന്ന് പണ്ട് മൊയ്തീൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് പറയണം. ഈ ആഴ്ച ഞാൻ ഇത്ര BV ജനറേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു ഡിക്ലറേഷന് ഈ ഇൻഡസ്ട്രിയിൽ വലിയ പ്രാധാന്യമുണ്ട്. സോ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് ഓൺ ആണെങ്കിൽ സെയിൽസ് ഓൺ ആയിരിക്കും. സോ ഇവിടെ പലരും വിചാരിക്കുന്നത് സെയിൽസിന് വേറെ പല കാര്യങ്ങളാണെന്നാണ്. ഒന്നുമല്ല, നമ്മുടെ മനസ്സിലെ തീരുമാനമാണ് നമ്മുടെ സെയിൽസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡേ നമുക്ക് ഈ ഒരു വിഷൻ കോളിന് സെറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഡേ നമ്മൾ ടീമിൽ മാക്സിമം നടക്കേണ്ട കാര്യം ആ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് ഡെമോ, അത് സൂമിലായിക്കോട്ടെ ലൈവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് കൊടുക്കാം. 2-3 കസ്റ്റമർ, നമ്മുടെ പുതിയ വ്യക്തിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, 2-3 കസ്റ്റമർ എക്സ്പീരിയൻസ് സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കൂടും, ഒബ്ജക്ഷൻസ് കുറയും, ക്ലോസിങ് കൂടും. സോ ആ പ്രൊഡക്റ്റ് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ടീമിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. മൂന്നാമത്തെ, നമ്മൾ വെനസ്ഡേ എടുക്കുകയാണെങ്കിൽ നമ്മളത് കൂടുതലായിട്ടും വ്യക്തികളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനും, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാറേ
ധന്യ സാർ, ഇതിന് മുമ്പത്തെ സ്ലൈഡ് ഒന്നും കൊണ്ടിരിക്കെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. ദെൻ വെനസ്ഡേ വരുന്നത്, സത്യം പറഞ്ഞാൽ പൈസ ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ ഒരു പക്ഷെ ആക്റ്റീവ് ആയതിൻ്റെ കാരണം നിങ്ങളുടെ സ്പോൺസറുടെ അല്ലെങ്കിൽ അപ്ലൈൻ്റെ വിടാതെയുള്ള ആ ഒരു ഫോളോ അപ്പിലൂടെയാണ് നിങ്ങളൊരു ലീഡറായിട്ട് മാറിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രി കടന്നു വന്നത്. ഇത് നമുക്കും ബാധകമാണ്. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ കൂടെ ആൾക്കാർ വരണമെങ്കിൽ നമ്മൾ ആ ഫോളോ അപ്പ് വിട്ട് കളിക്കരുത്. നമ്മൾ പഴയ ബന്ധങ്ങളെയും പുതിയ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്തണം. അതിനൊക്കെ നമുക്ക് ഇന്ന് ടെക്നോളജി, നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് നമ്മളെ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ശരിക്കും മിനിമം നമുക്കൊരു GTS നടക്കുമ്പോൾ ഒരു 5 പേരെങ്കിലും നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ സ്പീഡ് കൂടുന്നത്. ഇനി അടുത്ത ഡേ തേഴ്സ്ഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ പുതിയ ആൾക്കാരെ വെൽക്കം ചെയ്യണം, അല്ലേ? ന്യൂ ജോയിനറെ പറ്റി, ന്യൂ ബ്ലഡ്, നമ്മൾ സത്യം പറഞ്ഞാൽ ശരീരത്തിൽ രക്തം ഉണ്ടാകുന്ന പോലെയാണ് പുതിയ സെയിൽസ്. രക്തമില്ലെങ്കിൽ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവില്ല, ഒന്നും നടക്കില്ല, അല്ലേ? അതേപോലെ പുതിയ സെയിൽസ് വരുമ്പോഴാണ് ടീമിൻ്റെ സ്പീഡ് കൂടുന്നത്. അവർക്ക് സിമ്പിളായിട്ട് ബിസിനസ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഓർഡർ ഗൈഡൻസ്, അതായത് തുടക്കക്കാരൻ എന്തൊക്കെ ചെയ്യണം, അല്ലേ? നമുക്കറിയാം, ലിസ്റ്റ് ഇടണം. തുടക്കത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ഡെമോൺസ്ട്രേഷൻ കാണിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സോ ഇങ്ങനത്തെ ഒരു 3 ദിവസം ഒരു ആക്ഷൻ പ്ലാൻ അവർക്ക് കൊടുത്തിരിക്കണം. ആ പുതിയ ആൾക്കാർ വരുന്ന അവരുടെ ഐഡിയ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ബിസിനസ് ബൂം ആവുന്നത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൽ ബിൽഡിംഗ് ക്ലാസ്സസ്. നമ്മൾ അതിനു വേണ്ടി നിർബന്ധമായിട്ടും സമയം മാറ്റിവെക്കണം. സത്യം പറഞ്ഞാൽ മൈലേജ് മാർക്കറ്റിംഗിൽ വിജയിക്കാൻ വേണ്ടത് ജന്മനായുള്ള കഴിവുകളല്ല, പകരം ജീവിത കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ കഴിവുകളാണ് ഒരു വ്യക്തിയുടെ വിജയത്തിനെ അടിസ്ഥാനമാക്കുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശുദാസിനെ പോലെ പാടുക, അല്ലേ? അതത്ര എന്താ പറയുക, എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറയണം. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള നമ്മുടെ സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്, അല്ലേ? അത്രയും ശബ്ദ സൗകുമാരി എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ, നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആരെ വേണമെങ്കിൽ എടുത്ത് പഠിച്ചോളൂ. അവരൊന്നും തുടക്കത്തിലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന, ഈ ബിസിനസ് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ആൾക്കാരല്ല. എന്നാൽ ഇവിടുത്തെ നിരന്തര മീറ്റിങ്ങുകളിലൂടെ, ട്രെയിനിങ്ങുകളിലൂടെ, ഇത്തരം നേരത്തെ നമ്മുടെ സുരേന്ദ്ര സാറ് പറഞ്ഞ പോലെ വീട്ടിലിരുന്നു കൊണ്ട് പോലും നമുക്ക് ഇത്തരം മോർണിംഗ് മീറ്റിങ്ങുകളിലൂടെ കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഏതൊരു വ്യക്തിയും വിജയിച്ചുള്ളത്. നിങ്ങൾ ഇന്ന് വിജയിച്ചു എന്ന് കാണുന്ന ഏതൊരു വ്യക്തി എടുത്ത് പഠിച്ചോളൂ, അവർക്ക് പണ്ടില്ലാത്ത പല സ്കില്ലുകളും അവരിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മളും ഇങ്ങനത്തെ കുറച്ച് ഐഡിയ അടിക്കുന്ന കഴിവ് മുതൽ കസ്റ്റമറെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നടത്തേണ്ട എങ്ങനെ, ഓൺലൈൻസ്, ഇങ്ങനത്തെ ഒരുപാട് കഴിവുകൾ നമ്മളിപ്പോൾ വളർത്തിയെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് എല്ലാവർക്കും, കാരണം നമ്മളൊക്കെ കൂടുതലും കൊടുവള്ളി കോഴിക്കോട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞതിന് മുന്നത്തെ മാസമാണ് നമ്മുടെ ശ്രീജ മാഡം അച്ചീവറായി മാറിയത്. ഇപ്പം നമ്മുടെ മീറ്റിങ്ങിൽ മാഡം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞതിന് മുൻപത്തെ മാസം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന തുടക്ക കാലഘട്ടത്തിൽ ഭവന സാർ അദ്ദേഹത്തിനെ എനിക്ക് കണക്ട് ചെയ്ത് തരുമ്പോൾ വളരെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളെക്കാളും ചെറിയൊരു എന്താ പറയാ ഭാരക്കുറവുള്ള ഒരു വ്യക്തിയാണ്, അല്ലേ? വളരെ ചെറിയൊരാളാണ്, നിങ്ങൾക്കറിയാം, കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ യാതൊരുവിധ എന്താ പറയാ ഈ ബിസിനസിനെ പറ്റി യാതൊരു സ്കില്ലും ഉണ്ടാവാതിരുന്ന അവസ്ഥയിൽ നിന്നും കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് മാഡം ഈ മേഖലയ്ക്ക് കൊടുത്ത ആത്മാർത്ഥത, അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ്, എഫേർട്ടിലൂടെ മാഡം മനസ്സിലാക്കിയെടുത്ത, വളർത്തിയെടുത്ത സ്കില്ലുകളിലൂടെ ആഴ്ച വരുമാനം 2,16,000 ആക്കി ഉയർത്തിയ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഈ സ്കില്ല് വളർത്തണം എന്നുള്ളതാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, എൻ്റെ സ്കില്ല് വളർന്നാലേ എൻ്റെ ഇൻകം വളരൂ. കാര്യം ടീം വർക്കും എല്ലാം ആണെങ്കിലും നമ്മുടെ വരുമാനത്തിന് നമ്മുടെ സ്കില്ല് വളർത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ആ സ്കില്ല് നമ്മുടെ ടീമിൻ്റെ വളർത്താനും ഒക്കെ നമുക്ക് സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യണം. ദെൻ നമ്മൾ ബിഗ് മീറ്റിങ്ങുകളും എന്താ പറയുക, പക്ഷേ ഞാൻ ഡേറ്റ് നിങ്ങൾ നോക്കണ്ട, അത് ഓരോ മേഖലയ്ക്ക് ഓരോ ടീമിനും ഓരോ പോലെ ആയിരിക്കും. എന്നാലും ഈ പറഞ്ഞ ആഴ്ചയിലെ 6 ദിവസം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
സൺഡേ ഉൾപ്പെടെ 7 ദിവസം. ഈ 6 ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പല പല കാര്യങ്ങളാണ്. ഇപ്പൊ സൺഡേ നോക്കുകയാണെങ്കിൽ അത് റെക്കഗ്നിഷൻ ഡേ ആയിട്ട് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ എന്നാണോ അത് നിങ്ങൾ ആലോചിക്കുക. അത് ഓരോ ടീമിനും വ്യത്യസ്തമായിരിക്കും. ഞാനതാ പറഞ്ഞത്, കൺഫ്യൂഷൻ വരണ്ട. അതായത് ഈ പറഞ്ഞ 7 ദിവസവും നമ്മുടെ ഓരോ വ്യക്തികളും 7 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ടീമിന് കൊടുക്കുന്ന ഇമോഷണൽ കണക്ട് കൂടുതലായിരിക്കും. ആ ടീമിൽ നിലനിൽക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കും. ഓട്ടോമാറ്റിക്കലി സെയിൽസ് കൂടുതലായിരിക്കും. സോ ഈ ഒരു സിസ്റ്റം എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ സിസ്റ്റം 7 ദിവസവും എൻഗേജ്ഡ് ആണെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് സെയിൽസ് ഉണ്ടാവും. ആ ടീമിൽ നിലനിൽക്കുന്ന ആൾക്കാരുടെ ഞാൻ പറഞ്ഞ എണ്ണം കൂടുതലായിരിക്കും. പുതിയ ആൾക്കാർ പിറവി എടുത്തുകൊണ്ടേയിരിക്കും. സോ ആ ടീമിന്റെ മോട്ടിവേഷൻ കൂടുതലായിരിക്കും. അതിനു പകരം പല ടീമിലും ഒരു റാൻഡം ടീമാണ്. ആരൊക്കെയോ കയറി വരുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, കുറച്ച് സെയിൽസ് വരുന്നുണ്ട്. അതിന്റെ ഇൻകവും റാൻഡം ആയിട്ട് മാറുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉമർ സാറ് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യുന്ന ഒരു ലീഡറാണ്. അല്ലെങ്കിൽ നമ്മുടെ അയൂബ് സാറ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ ലീഡേഴ്സ്, നിങ്ങൾക്ക് എല്ലാവരും ഫോട്ടോസും സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന ആൾക്കാരാണല്ലോ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതൊരു സിസ്റ്റമുള്ള ടീമിൽ മാത്രമേ സ്റ്റേബിൾ ഇൻകം നടക്കുകയുള്ളൂ. സോ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് തന്ന സമയത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാ ദിവസവും ഓരോ എൻഗേജ്മെന്റുകളുണ്ട്. അത് ആരാണോ സ്വന്തം ടീമിലേക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്കാണ് ഔട്ട്പുട്ട് കൂടുന്നത്, അവർക്കാണ് ടീം നിലനിൽക്കുന്നത്. പല ടീമിലും ഒരുപക്ഷെ എന്താ പറയുക, ബസ്സിന്റെ പോലെ ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ കയറും, ബാക്കിലത്തെ ഡോറിൽ കൂടെ ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ റീടെൻഷൻ ആൾക്കാരെ നിലനിർത്താൻ പറ്റാത്തതിന്റെ കാരണം അവർക്ക് എല്ലാ ദിവസവും ഓരോ എൻഗേജ്മെന്റുകൾ ടീമിന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. സോ അവർ വളരെ ശക്തമായിട്ട് ടീമിന് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസത്തിലും ഓരോ എൻഗേജ്മെന്റുകൾ അത് ടീം ലീഡർ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ്. അപ്പൊ ചോദിക്കും, ടീം ലീഡർ ആരാ? എൻ്റെ ലീഡർ എന്ന ആളല്ലേ? അല്ല, നിങ്ങളുടെ ടീമിന്റെ ലീഡർ നിങ്ങളാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയും പാസ്വേഡ് അടിച്ചു നോക്കുക. നിങ്ങൾ മുതലാണ് കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി മുതൽ താഴത്തേക്കാണ് കമ്പനി കാണിച്ചിരുന്നത് അല്ലേ? സോ നിങ്ങളുടെ ടീമിൽ ഒരാൾ വന്നാൽ പോലും നിങ്ങൾ ലീഡറാണ്, ആ വ്യക്തിയുടെ ലീഡറാണ് നിങ്ങൾ. സോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ടീമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആരാണോ മുൻകൈ എടുക്കുന്നത് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും അല്ലെ? നമ്മൾ ലീഡേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സിസ്റ്റത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നാളെ സിസ്റ്റം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇഫ് യു ആർ ഇൻ സിസ്റ്റം ദെൻ സിസ്റ്റം വിൽ വർക്ക് ഫോർ യു എന്നാ പറയാ അല്ലെ? അതേപോലെ നമ്മുടെ ടീമിൽ വന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ട് നമ്മളതിന് പറയാറ്, സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ താഴേക്ക് നോക്കി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ബിസിനസ് മുകളിലേക്ക് പോകും. എന്നാൽ പല ആൾക്കാരും തിരിച്ചാ മുകളിലേക്കുള്ള കാര്യം നോക്കിക്കുകയാണ്. മുകളിലേക്ക് നോക്കി ബിസിനസ് ചെയ്യുന്നതിന്റെ ബിസിനസ് താഴേക്കാണ് പോണത്. ഇത് തിരിച്ചറിയണം. സോ താഴേക്ക് നോക്കി ബിസിനസ് ചെയ്താലാണ് ബിസിനസ് മുകളിലേക്ക് പോവുക. നമ്മുടെ ലെഫ്റ്റും റൈറ്റും എന്ത് സംഭവിക്കുന്നു, അവിടെ ടീമിന് എന്തൊക്കെയാണ് ആവശ്യം, അവിടെ ടീമിന് എന്ത് എഡ്യൂക്കേഷൻ ആയിരിക്കാം, എന്ത് മീറ്റിംഗ് ആയിരിക്കാം, ആ ഇൻഫർമേഷൻ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് മുകളിലേക്ക് പോകുന്ന കാര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കോമ്പറ്റീഷൻ കൂടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കമ്പനിയുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഏത് നാട്ടിലും എവിടെ എടുത്തു നോക്കി കഴിഞ്ഞാലും അച്ചീവറും പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയ ആൾക്കാരൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഞങ്ങളൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കാരണം അന്ന് ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. ഏകദേശം 500-നടുത്ത ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അല്ലെ? ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിച്ചു, എന്നാ ഒരു പേസ്റ്റ് തരൂ നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു 95 തരൂ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ പോകണം പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ. ആ ബുദ്ധിമുട്ടൊന്നും ഇവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്കും ഇല്ല. അതായത് നമ്മുടെ 2020 കൊറോണയ്ക്ക് ശേഷം 2021 കാലഘട്ടത്തിൽ കോഴിക്കോട് നമ്മുടെ കമ്പനി ഫ്യൂച്ചർ എം ഡി നിഖിൽ സാറ് വന്നപ്പോൾ അദ്ദേഹം വന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളൊക്കെ, അതായത് ഞങ്ങൾ സീനിയർ NTC അപ്പോൾ അന്നത്തെ NTC അപ്പോൾ ലീഡേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ബിസിനസ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസിങ് ടൈം എത്രയും ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് തുടക്കത്തിൽ എന്താ ചോദിക്കുന്നത് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് വിശദമാക്കി തന്നു. ഇപ്പൊ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് ഡെലിവർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം പിടിക്കുമായിരുന്നു തുടക്കത്തിൽ നിന്ന് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഒരു 95 നോക്കട്ടെ, ഞാനൊന്ന് കുടിച്ചു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് കർണാടക, കൂടുതലും മംഗലാപുരത്തായിരുന്നു ഞാൻ പോവാറ്,
ഒരു 4-4.5 മണിക്കൂർ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യണം. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ അവിടുത്തെ ഡെലിവറി സെൻറ്റർ കമ്പനിയുടെ ഔട്ട്ലെറ്റിലേക്ക് പോയി സാധനം വാങ്ങി തിരിച്ച് കോഴിക്കോട് എത്തി കൊടുക്കണമെങ്കിൽ ഏകദേശം എന്താ പറയുക 10 മുതൽ 12 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സമയം 10-12 മണിക്കൂർ പിടിക്കും പ്രൊഡക്റ്റ് ഡെലിവറിക്ക്. എന്നാൽ 2020-21 ആയപ്പോഴേക്കും നിഖിൽ സാർ ചോദിച്ചു ഇപ്പം എത്ര സമയം പിടിക്കും ചോദിച്ചപ്പോൾ അന്നത്തെ NTC ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ സമയം 1.5 മണിക്കൂറിൽ താഴെയാണ്. ഞാൻ 2020-21 കാര്യം പറഞ്ഞത്. ഇന്ന് 32 ഔട്ട്ലെറ്റ് ഉണ്ട് കേരളത്തിൽ. ഇന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പ്രൊഡക്റ്റ് പോയി വാങ്ങി വരാൻ അരമണിക്കൂറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ താഴെ സമയം മതി മാക്സിമം പോയാൽ. ശരിക്കും അരമണിക്കൂറിൽ ആ റേഞ്ചിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം ഔട്ട്ലെറ്റുകളുടെ എണ്ണം കമ്പനി കൂട്ടിക്കൊണ്ടിരിക്കുക. അന്ന് അദ്ദേഹം പറഞ്ഞത് 3000-ഓളം ഔട്ട്ലെറ്റ്സിലേക്ക് കാര്യങ്ങൾ മാറ്റും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കമ്പനി MD 2025 കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം, ഇപ്പൊ ടോട്ടൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണ മനസ്സിലാക്കാൻ പറ്റും, അത് 108-ലാണ് നിൽക്കുന്നത്. ഇന്ന് 108-ഓളം പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ നമുക്കെല്ലാവരും മാർക്കറ്റ് ചെയ്യാനുള്ളതെങ്കിൽ വരുന്ന സമീപ ഭാവിയിൽ 2030 ആകുമ്പോഴേക്കും അത് 1000-ഓളം പ്രൊഡക്ട്സിലേക്കാണ് കമ്പനി ആക്കി മാറ്റാൻ പോണത്. എന്താ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വ്യക്തി എന്തൊക്കെ ആവശ്യങ്ങൾക്കാണോ കടയിൽ പോകുന്നത് ആ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ വരാൻ പോവുകയാണ്. അതായത് ഇന്ന് 100 കസ്റ്റമർ ഉള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഈ 100 പേരുടെ ടീമിനെ അദ്ദേഹം ഒന്ന് ലൈവാക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അദ്ദേഹത്തിന്റെ ഇൻകം 10 മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണെന്ന്. ഹലോ, ചില കാര്യങ്ങൾ കേട്ട് ഇവിടെ കൂടെ വിട്ടാൽ പോരാ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സീറ്റ് ഒരു മൾട്ടി ബില്യണറുടെ സീറ്റായിട്ട് മാറാൻ പോവുകയാണ്. ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കമ്പനി ഒരുക്കി തരുന്നുണ്ട്. സോ കമ്പനിയുടെ ഔട്ട്ലെറ്റ് കൂട്ടി ഈ 1000-ഓളം പ്രൊഡക്ട്സ് വരുമ്പോൾ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഇത് ചെയ്യുന്ന രീതിയിലല്ല, കമ്പനിയുടെ ഔട്ട്ലെറ്റ് ഒരു ഏരിയയിൽ ഉണ്ടാവും. അന്ന് നിഖിൽ സാർ പറഞ്ഞൊരു പോയിന്റാണ്, ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെലിവറി ടൈം 10 to 15 ടൈംസിലേക്ക് ആക്കി മാറ്റും. ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവറി നടക്കുന്ന അവസ്ഥയിലേക്ക് ആക്കി മാറ്റാൻ കമ്പനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ കമ്പനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ കൂടുതലേ കൊടുത്തിട്ടുള്ളൂ. ചുറ്റുവട്ടത്തെ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും തുടക്കത്തിൽ തുടങ്ങുമ്പോൾ കൊടുക്കുന്ന ഇൻകം കുറച്ച് കഴിയുമ്പോൾ കട്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറയാത്ത ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ എല്ലാ ലീഡേഴ്സിനും അറിയാം അല്ലേ? ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ് TDF. അതായത് നമ്മുടെ കമ്പനി തുടക്കത്തിൽ ഡെയിലി ഇൻകം എന്ന രീതിയിൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ദെൻ ആഴ്ച വരുമാനം എന്ന രീതിയിൽ സെയിൽസ് ടേണർ ബോണസ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് മന്ത്ലി ഇൻകം പല ടൈപ്പ് ഉണ്ട് അല്ലേ? പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, റാങ്ക് ഇൻകം, റോയൽറ്റി ഇൻകം. ഡയമണ്ട്ഷിപ്പ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ മൈലേജ് മാർക്കറ്റിംഗ് ബിസിനസ് നടക്കുന്ന ബിസിനസിന്റെ ശതമാനമടക്കം ഡയമണ്ടിന് കിട്ടും. അതായത് നമ്മൾ കമ്പനി MD ആസ്വദിക്കുന്ന വരുമാനത്തിലേക്ക് നമുക്ക് സാധാരണക്കാരൻ എത്തിപ്പെടാൻ പറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കമ്പനി പറയുമോ ഇങ്ങനത്തെ ഒരു കാര്യം? ചിന്തിച്ചു നോക്കുക. അതായത് ടോട്ടൽ മൈലേജ് മാർക്കറ്റിങ്ങിന് ലോകത്ത് എത്ര ബിസിനസ് നടക്കുന്നോ അതിന്റെ നിശ്ചയ ശതമാനം ഡയമണ്ട്ഷിപ്പ് റാങ്കിലെത്തിയ ആൾക്കാർക്കുണ്ട്. അതിന് റോയൽറ്റി എന്നാ പറയുക. സോ ഇത്രയും ഇൻകങ്ങൾ കൊടുക്കുന്നു അല്ലെ? മന്ത്ലി ഇൻകം കഴിഞ്ഞാൽ അർദ്ധവാർഷിക വരുമാനമായിട്ട് പണ്ട് സ്റ്റാർ ലോയൽറ്റി എന്ന ഇൻകം വരെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 593-ാമത്തെ ആഴ്ച മുതൽ വാർഷിക വരുമാനമായിട്ട് TDF കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കമ്പനി തുടങ്ങുമ്പോൾ ഇല്ല, 600-ാമത്തെ ആഴ്ചയ്ക്ക് അടുത്ത് തുടങ്ങിയപ്പോൾ വീണ്ടും പുതിയ വരുമാനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ മാറ്റങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് കാണണം. നമ്മുടെ നാട്ടിൽ പല കമ്പനികളും സാഹചര്യം മാറുമ്പോൾ ഇൻകം വെട്ടി കുറയ്ക്കുകയാണെങ്കിൽ കമ്പനി MD പറഞ്ഞത് ഞാൻ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി എൻ്റെ കൂടെ വന്നവർ രക്ഷപ്പെടുന്നതാണ് ഇനി എൻ്റെ ലക്ഷ്യം അല്ലേ? സോ അതിന് എൻ്റെ കൂടെ വന്നവരുടെ ഇൻകമാണ് ഇനി കൂട്ടേണ്ടത്. കമ്പനി നമ്മുടെ നാട്ടിൽ എന്ന തിരിച്ച പല കമ്പനികളും, അതായത് നാട്ടിലെ പല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കമ്പനികളുടെ MD നിങ്ങൾ നോക്കിക്കോളൂ, അവര് ആഗ്രഹിക്കുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് കാണുന്നത്. എന്നാൽ നമ്മുടെ കമ്പനിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞ ഡിസംബർ അല്ല, അതിന് മുൻപത്തെ ഡിസംബർ 24 ഡിസംബറിൽ ചെന്നൈയിൽ വെച്ച് നടന്നപ്പോൾ ആ നടന്ന കല്യാണം നമ്മുടെ നിഖിൽ സാറിൻ്റെ ഫാദറിൻലോ അവരുടെ ഗ്രൂപ്പിൻ്റെ ആസ്തി 77,000 കോടിയാണ്. അപ്പം നമ്മുടെ കമ്പനി MDയുടെ ഒക്കെ ലെവൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. സോ ഇങ്ങനത്തെ ഹ്യൂജ് അസറ്റുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ
നമ്മളുടെയും നമ്മളുടെ കുടുംബങ്ങളുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. അതിന് വേണ്ട രീതിയിൽ സമയം നോക്കാതെ, വാച്ച് നോക്കാതെ, കൈമെയ് മറന്ന്, കാരണം ഇതിന് ആരും കണക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഞാനൊരു വരുമാനം ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഇതിന് ഞാൻ ആരോട് കണക്ക് പറയാനാ? പലരും പറയുന്നേക്കാം ഞാൻ അത്ര എഫേർട്ട് എടുത്തു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ എഫേർട്ട് എടുക്കുന്നത് നമ്മൾ വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. സോ കുടുംബത്തിന് വേണ്ടി പറയുന്നതിന് നമ്മൾ ആരും കണക്ക് പറയാറില്ല, അല്ലേ? കണക്ക് പറയേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു തിരിച്ചറിവോട് കൂടി നമ്മുടെ സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആരാണോ അതിശക്തമായിട്ട് ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയുള്ള കാലഘട്ടമാണ് മുന്നിൽ കിടക്കാൻ പോണത്. സോ അത് അതിശക്തമായിട്ട് ഏറ്റെടുക്കുക. എന്തായാലും ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എന്താ പറയുക, നമ്മുടെ ടോട്ടൽ ഗ്രൂപ്പിന് ഞാൻ ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, കാരണം പലർക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നത്. ഞാൻ ഈ അടുത്ത് പാലക്കാട് വർക്കിന് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാണേ, ആളുടെ കൂടെ ഞാൻ രാവിലെ മുതൽ ഉച്ച വരെ പല സ്ഥലങ്ങളിലും വർക്കും, നിങ്ങൾക്കറിയാലോ, നമ്മുടെ വർക്കുകൾ അറിയാം, ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഹോട്ടലിൽ കയറിയപ്പോൾ ആള് പറഞ്ഞൊരു ഡയലോഗാണ്, ഇത് എനിക്ക് അറിയുന്ന പണിയാണ്, ഇത് ഞാൻ തകർക്കുന്നു. ഏതാ പണി? ഉച്ചയ്ക്ക് ഹോട്ടലിൽ കയറിയപ്പോഴുള്ള പണി ഏതാ? ഇത് ഇത്രയുള്ള സംഭവം. നമുക്ക് അറിയുന്ന പണി നമ്മൾ തകർക്കും. ശ്രീമതി മാഡത്തിന്റെ കാര്യം മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലേ? സോ ഇതേപോലെ മൈൽസ്റ്റോണിലും എന്താണ് നമ്മുടെ പണിയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്, രസകരമാണ്. പലർക്കും ഇവിടെ ഞാനെന്ന വ്യക്തി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതെന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ് രസകരമാണ്, തകർക്കാൻ പറ്റും. സോ അതിന് വേണ്ട രീതിയിൽ എല്ലാവരും അതിശക്തമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുക. എന്തായാലും ഞാനും എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് വിടവാങ്ങുകയാണ്. എനിക്ക് തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്.